കുടുംബ ഡോക്ടർ ബ്രോട്ട് യു ബൈ കോഴിക്കോട് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. ഇന്നും ലേറ്റായി. ശ്വേത, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? ഓ, ബ്രേക്ക്ഫാസ്റ്റ് ഇനിയും റെഡി ആയില്ലേ? കഴിഞ്ഞു. എന്തു പറ്റി ശ്വേത? തിളച്ച പാല് കയ്യിലേക്ക് വീണു. നിക്ക്, ഞാൻ നമ്മുടെ കുടുംബ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ. ഹലോ ഹരി. ഡോക്ടർ, തിളച്ച പാല് തൂവി വൈഫിന്റെ കൈയൊന്ന് പൊള്ളി. ടൂത്ത് പേസ്റ്റ് തേച്ച് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരട്ടെ? എന്റെ ഹരി, പൊള്ളലേറ്റ ഭാഗത്ത് അത്തരത്തിലുള്ള യാതൊന്നും തേക്കരുത്. പല ആളുകളുടെയും തെറ്റിദ്ധാരണയാണത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒഴുക്കുള്ള വെള്ളത്തിൽ കൈ കുറച്ചു നേരം വെച്ചിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് കൈ കെട്ടണോ ഡോക്ടർ? കെട്ടരുത്. വേണമെങ്കിൽ നനഞ്ഞ തുണി പൊള്ളലേറ്റ ഭാഗത്ത് വെക്കാം, പക്ഷെ തുടയ്ക്കരുത്. നിങ്ങൾ എന്തായാലും ഒന്ന് ഹോസ്പിറ്റൽ വരെ വരൂ. ശരി ഡോക്ടർ. ഇതുപോലുള്ള നിസ്സാരമായ പൊള്ളലുകൾക്ക് സിൽവർ സൾഫഡൈസിൻ ഓയിൽമെന്റ് പുരട്ടിയാൽ മതി. ഏതു തരം പൊള്ളലാണ് ഡോക്ടർ ക്രിട്ടിക്കൽ ആവുന്നത്? അതായത് കുട്ടികൾക്ക് 15% അതിലധികമോ, മുതിർന്നവർക്ക് 20% അതിന് മുകളിലോട്ടോ പൊള്ളലേറ്റാൽ അത് ക്രിട്ടിക്കലാണ്. ഡോക്ടർ, ഈ ആവി കൊണ്ടുള്ള പൊള്ളലിനെ പറ്റി പറയാമോ? ആവി തട്ടി ഉണ്ടാവുന്ന പൊള്ളലുകൾ സാധാരണ പൊള്ളലുകളേക്കാൾ അപകടകരമാണ്. അത് നമ്മുടെ ശ്വാസകോശത്തെ വരെ ബാധിക്കും. ഡോക്ടർ, ഈ കെമിക്കൽ ബേൺസ് എന്ന് പറയുന്നത് ഏതു തരം പൊള്ളലുകളെയാണ്? ആസിഡ് തട്ടി ഉണ്ടാവുന്ന പൊള്ളലുകളാണ് കെമിക്കൽ ബേൺസ്. ഇത് പുറമേ കാണുന്നതിലും ശക്തിയുള്ളതായിരിക്കും. അതുപോലെ ശക്തിയുള്ള പൊള്ളലാണ് ഇലക്ട്രിക് ഷോക്ക് കൊണ്ടുണ്ടാവുന്ന പൊള്ളൽ. എന്തായാലും വിലപ്പെട്ട ഉപദേശം ഞങ്ങൾക്ക് കിട്ടിയത്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഏതു തരം പൊള്ളലും ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, വളരെ വളരെ ശ്രദ്ധിക്കുക. കുടുംബ ഡോക്ടർ ബ്രോട്ട് യു ബൈ കോഴിക്കോട് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ.